ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സംസ്ഥാനത്തെ തടവുകാരുടെ കൂലി കുത്തനെ കൂട്ടിയ സർക്കാർ. ശിക്ഷാ തടവുകാരുടെ പ്രതിദിന കൂലി 10 മടങ്ങ് വരെ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. 63 രൂപയുണ്ടായിരുന്ന വേതനം 520 രൂപയായും 177 രൂപ എന്നത് 560 രൂപയായും 152 രൂപ എന്നത് 620 രൂപയായും കൂട്ടിയിരിക്കുന്നു. 4 സെൻട്രൽ ജയിലുകളായി കഴിയുന്ന 3000-ലധികം തടവുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. രാഷ്ട്രീയ തടവുകാർക്കും ഇതിന്റെ ഗുണം കിട്ടും. തടവുകാരുടെ അന്തസ്സ് പ്രധാനമാണെന്ന ഉത്തരവിലുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ടി വി പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ 10 മടങ്ങ് കൂട്ടി എന്ന് പറയുമ്പോൾ എത്ര കാലത്തിന് ശേഷമാണ് ഈ വേതന വർധന? അശ്മതി, നമുക്കറിയാവുന്നതുപോലെ ജയിലിൽ ജോലി ചെയ്യുന്ന ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചവർക്കെല്ലാം അവർ ചെയ്യുന്ന ജോലിക്ക് ഒരു കൂലി കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊരു നാമമാത്രമായ തുകയായിട്ടാണ് ഇത്രകാലം കൊടുത്തിരുന്നത്. പല തവണകളായി കൂലി പരിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ അൺസ്കിൽഡ് ആയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട തൊഴിലുകളൊന്നും അറിയാത്തവർക്ക് 63 രൂപ വരെയാണ് കിട്ടിയത്. ഓരോ തവണയും കൂലി കൂട്ടുന്ന സമയത്ത് നാമമാത്രമായ വർധന ആണ് ഉണ്ടായത്. 2018 അവസാനം ഇവർക്ക് കൂലി കൂട്ടിയത്. അങ്ങനെ അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് 63 രൂപ വരെയായിരുന്നു കൂലി കിട്ടിയതെങ്കിൽ അത് ഇപ്രാവശ്യം 520 രൂപയായിട്ടാണ് കൂട്ടിയത് എന്നുള്ളതാണ്. സ്മൃതി, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, സംസ്ഥാനത്തെ സെൻട്രൽ ജയിലുകളിൽ രാഷ്ട്രീയ തടവുകാരുൾപ്പെടെ ഏതാണ്ട് 3000-ലധികം തടവുകാരുണ്ട്. ആ തടവുകാർക്കെല്ലാം ഇതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലാ സെൻട്രൽ ജയിലിലടക്കമുള്ള ചില രാഷ്ട്രീയ തടവുകാർക്കെങ്കിലും വേണ്ടത്ര പണിയൊന്നുമില്ലാതെ ഈ കൂലി കിട്ടുന്ന സ്ഥിതി ഉണ്ട് എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു. അത് അവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ജയിലിലെ ജീവനക്കാരെ അടക്കം ആകെ ഞെട്ടിച്ചിട്ടുള്ള ഈ ഒരു വലിയ ഉത്തരവ്, വലിയൊരു മാറ്റം ഇവരുടെ കൂലിയിൽ ഉണ്ടായിരിക്കുന്നത്. ചുരുക്കത്തിൽ 520 രൂപ എല്ലാ ചെലവുകളും കഴിച്ച് ജയിലിൽ കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊരു സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾക്ക് എല്ലാ ചെലവുകളും കഴിച്ചാൽ ഏതാണ്ട് 1000 രൂപയ്ക്ക് താഴെ മാത്രമേ കിട്ടൂ എന്ന കാര്യവും ഇതിനോട് കൂട്ടിയോജിപ്പിച്ച് പറയേണ്ടതുണ്ട്. എന്തായാലും ഉത്തരവിൽ പറയുന്നത് തടവുകാർക്ക് ഒരു അന്തസ്സുണ്ടാകണം, അവരുടെ കുടുംബത്തോടുള്ള ബാധ്യത അവർക്ക് നിറവേറ്റാൻ കഴിയണം എന്നൊക്കെയാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 2018 ശേഷമുള്ള ഈ പരിഷ്കരണത്തിൽ വലിയ വർധനയാണ് തടവുകാരുടെ കാര്യത്തിൽ കൂലിയിൽ ഉണ്ടായിരിക്കുന്നത്. ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.